ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഈ പറയുന്ന സഹായങ്ങൾ നൽകുന്ന സംഭവം കൂടിയാണ് ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷയ്ക്ക് ഒരു നല്ലൊരു ഭാഗം ചോദ്യങ്ങളും വരുന്നൊരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് ഇച്ചിരി കൂടെ നന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതികളിൽ ഒന്നായിട്ടുണ്ടായിരുന്ന ജ്ഞാനപീഠ പുരസ്കാരം 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു. പതിപ്പ് പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന തമിഴ് സാഹിത്യകാരൻ ആരാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആരായിരിക്കാം? വൈരമുത്തു ആണ് എന്ത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. വൈരമുത്തു ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കായിരുന്നു അല്ലേ. ഓക്കെ, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ഈ പറയുന്ന രീതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ എന്ത് ചെയ്യുന്നത് അവരൊക്കെ ഈ പറഞ്ഞ സ്ഥാപകരായിരുന്നു. ഓക്കെ, സൗജൈൻ ഫാമിലിയാണ് എന്ത് ചെയ്യുന്നത് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിലെ ഈ പറയുന്ന സാഹിത്യ രംഗത്തെ ഏറ്റവും ഹയസ്റ്റ് അവാർഡും കൂടിയാണ് ഈ പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുകയും ഇന്ത്യയിലെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആവുകയും ചെയ്ത താരം ആരാണെന്നുള്ളതാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, അതായത് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിലെ ഈ പറയുന്ന ആദ്യമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുകയും ഇന്ത്യയുടെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്ന താരം ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് വരുന്നത്? ഗുകേഷ് ആണോ? അല്ല. പ്രജ്ഞാനന്ദ ആണോ? അല്ല. ഈ പറഞ്ഞ ഹരികൃഷ്ണ പി ആണോ? അല്ല. ഇവരെല്ലാം തന്നെ സൗത്ത് ഇന്ത്യൻസ് ആണല്ലോ അല്ലേ. ബാക്കി ഏത് വരും? ഈ പറഞ്ഞ മായങ്ക് ചക്രവർത്തി വരും അല്ലെ. ആരെ വരുന്നു? മായങ്ക് ചക്രവർത്തി വരും എന്നുള്ളതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരെല്ലാം തന്നെ സൗത്ത് ഇന്ത്യൻസ് ആണ്. ഈ പ്രജ്ഞാനന്ദ ആയിക്കോട്ടെ, ഗുകേഷ് ആയിക്കോട്ടെ, ഇവരെല്ലാം എന്താണ് സൗത്ത് ഇന്ത്യൻസ് ആണ്. തമിഴൻസും അതേപോലെ തന്നെ ഇപ്പോൾ ആന്ധ്ര ആ ഭാഗത്തോളം വരുന്നവരാണ് അല്ലേ. അടുത്ത് നോക്കാം. അടുത്തത് ഏകദേശം 189 വർഷങ്ങൾക്ക് ശേഷം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അരുണാചൽ പ്രദേശിൽ നിന്ന് വീണ്ടും കണ്ടെത്തിയ അപൂർവ സസ്യമിനം ഏതായിരുന്നു എന്നുള്ളതാണ്. അപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അരുണാചൽ പ്രദേശിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഏകദേശം 189 വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു സസ്യമിനത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ചോദ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏത് വരും? ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഹെലൻ കെല്ലറിന്റെ പേര് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹെൻകെലിയ മൊണോഫിലെ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള പേരെന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിന്റെ പേര് ഓർക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഹിമാചൽ, ഹെലൻ കെല്ലർ, അപ്പോൾ ഓർത്തിരിക്കുക ഹെൻകെലിയ മൊണോഫിലെ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര്. ഹെൻകെലിയ മൊണോഫിലെ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് സസ്യത്തിന്റെ പേരെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? 2026 ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയതുമായിട്ടുണ്ടാകുന്ന ചിത്രം ഏതാണെന്നുള്ളതാണ്. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ. 2026 ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ കിട്ടിയത് ഏത് പടത്തിനാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുക, ഈ പറയുന്ന 2026 ഓസ്കാർ പട്ടികയിൽ ഈ പറഞ്ഞ ഓസ്കാർ നേടിയിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരുടെ ചിത്രമായിരുന്നു? ലിയോണാർഡോ ഡികാപ്രിയോയുടെ ചിത്രമായിരുന്നു. ആ ചിത്രത്തിന്റെ പേരെന്താണ്? എന്താണത്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ്. ഈ ബാഫ്റ്റ പുരസ്കാരം കിട്ടിയതിനു ശേഷം ഈ പറയുന്ന വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ഈ പറയുന്ന ചിത്രത്തിന് എന്തും കിട്ടി? ഓസ്കാറും കിട്ടി എന്നുള്ളതാണ്. പിടികിട്ടിയോ? അപ്പം നമ്മുടെ 2026 എന്താണ് ഈ പറയുന്ന ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ഏത് പടത്തിനാണ്? നമ്മുടെ ലിയോണാർഡോ ഡികാപ്രിയോയുടെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അതിന്റെ സംവിധായകനാണ് ആരെന്ന് പറയുന്നത്? പോൾ തോമസ് ആൻഡേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ. പോൾ തോമസ് ആൻഡേഴ്സ് എന്ന് പറയുന്നത്. മികച്ച നായകൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മൈക്കിൾ ബി ജോർഡാൻ ആണ്. അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് സിന്നേഴ്സ് ആണ് അല്ലെ. സിന്നേഴ്സ് ആണ്. ഓക്കെ അല്ലേ. അപ്പം ഈ പറഞ്ഞ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് അതിന്റെ ഡയറക്ടർ. അതുകൊണ്ട് തന്നെ മികച്ച ഡയറക്ടറിനുള്ള ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് എന്ത് ചെയ്തിരുന്നു? പോൾ തോമസ് ആൻഡേഴ്സൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത് നോക്കാം. അവിടുത്തെ എന്താണ്? ഫോർമുല 1 ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് പ്രിക്സ് വിജയിയായിട്ട് മാറിയ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച താരം ആരാണെന്നുള്ളതാണ്. അപ്പോൾ ഫോർമുല 1 ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് പ്രിക്സ് വിജയിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. വ്യക്തി ആരാണെന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റാലിയൻകാരനാണ്, ഇറ്റാലിയനാണ് അല്ലേ, അദ്ദേഹം ഇറ്റാലിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ആ ഇറ്റാലിയൻകാരൻ? ആ ഇറ്റാലിയൻകാരൻ്റെ പേരാണ് കിമി ആന്റോണലി എന്ന് പറയുന്നത് അല്ലേ. ആരാണത്? കിമി ആന്റോണലി എന്ന് പറയുന്നത് ഇറ്റാലിയനാണ്. ഇറ്റാലിയൻ, ആ പേര് കേട്ടാൽ തന്നെ അറിയാം, ആന്റോണല്ലി അല്ലേ. ഈ പറയുന്ന നെല്ലി വെല്ലി എന്നൊക്കെ പറയുന്ന പേര് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ ഈ പറയുന്ന പേര് വരുന്നത് ഇറ്റാലിയൻ ഈ പറയുന്ന ആളുകൾക്കാണ്, ഇറ്റലിയിലെ ആളുകൾക്കാണ് അല്ലേ. നമുക്ക് ഈ പറഞ്ഞ ഫ്രഞ്ച് പേരുകൾ, ജർമ്മൻ പേരുകൾ, ഇറ്റാലിയൻ പേരുകളൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പം കിമി ആന്റോണലിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫോർമുല 1 ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഗ്രാൻഡ് പ്രിക്സ് വിജയിയായിട്ട് എന്ത് ചെയ്തത് മാറിയിട്ടുണ്ടായിരുന്നത്. പിടികിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത എന്താണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് അല്ല റിമൂവല അല്ലേ, റിമൂവൽ നോട്ടീസ് നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. അതായത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംപീച്ച്മെന്റ് എന്ന് പദം ഉപയോഗിക്കരുത് അല്ലേ. അത് ഈ പറഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തു നമ്മൾ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം കൂടിയാണ് അല്ലേ. ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുകയും പിൽക്കാലത്ത് എന്താണ് നമുക്കത് മനസ്സിലായി പറയുന്നത് ഇംപീച്ച്മെന്റ് അല്ല, അതെന്താണ് റിമൂവലാണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരാൾക്കേ ബാധകമാകത്തുള്ളൂ. അതാർക്കാണ്? അത് പ്രസിഡന്റിനാണ് അല്ലേ. പ്രസിഡന്റിന് മാത്രമാണ് ഈ പറയുന്ന ഇംപീച്ച്മെന്റ് എന്നുള്ളത് ബാധകമാകുന്നത്. ആർട്ടിക്കിൾ 61 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ബാധകമാകുന്നത്. ബാക്കി ഈ പറയുന്ന പ്രസിഡന്റിനെ നിയമിക്കുന്ന എല്ലാവരും തന്നെ എന്താണ് ചെയ്യുന്നത്? റിമൂവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇംപീച്ച്മെന്റ് അല്ല റിമൂവൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യത്തിനകത്ത് ഇംപീച്ച്മെന്റ് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷം റിമൂവൽ നോട്ടീസ് നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജ്ഞാനേഷ് കുമാർ അല്ലേ. ഓക്കെ, ജ്ഞാനേഷ് കുമാർ അല്ലേ. ഇപ്പൊ കേരളത്തിന്റെ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ് KG സനൽകുമാറാണ് അല്ലേ. കേന്ദ്രത്തിന് നോക്കുകയാണെങ്കിൽ ജ്ഞാനേഷ് കുമാറാണ്. ഓക്കെ അല്ലേ, കിട്ടിയോ? ജ്ഞാനേഷ് കുമാറാണ്, മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നോക്കാം. നീലഗിരി പ്രദേശത്തെ ഗോത്ര വിഭാഗങ്ങളുടെ തനതായ കലാരൂപമായിട്ടുണ്ടായിരുന്ന കുറുമ്പ ചിത്രകല സംരക്ഷിക്കുന്നതിൽ നൽകിയ സംഭാവനകൾക്കായിട്ട് 2026 മരണാനന്തരം പത്മശ്രീ ലഭിച്ച കലാകാരൻ ആരാണെന്നുള്ളതാണ്. ഈ കുറുമ്പ ആർട്ട് എന്ന് പറയുന്ന പണ്ട് തനതായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ആദിവാസി ജനവിഭാഗം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് ഈ നാച്ചുറൽ സ്റ്റെയിൻസ് കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അന്ന് വിളിച്ചിരുന്ന പേരാണ് കുറുമ്പ ചിത്രകല എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുന്നത് പിന്നെ എന്താണ് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ചിത്രകലാകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് R കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് R കൃഷ്ണൻ എന്ത് ചെയ്തു ഈ പറയുന്ന മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പത്മശ്രീ കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. അപ്പൊ മരണാനന്തര ബഹുമതിയായിട്ട് പറയുന്നത് പത്മശ്രീ കൊടുത്തത് ആർക്കാണത്? കൃഷ്ണനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൃഷ്ണനാണ് എന്നുള്ള കാര്യം എന്ത് ഓർത്തിരിക്കുക? R കൃഷ്ണൻ. ഓക്കെ, ആരാണ്? R കൃഷ്ണനാണ്. പിടികിട്ടിയോ? അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായിട്ടുണ്ടായിരുന്ന നൊവാഡോ ഒജോസ്റ്റൽ സെലാഡോ കീഴടക്കി നേട്ടം കൈവരിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ് എന്നുള്ളതാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായിട്ടുണ്ടായിരുന്ന നൊവാഡോ ഒജോസ്റ്റൽ സെലാഡോ കീഴടക്കി നേട്ടം കൈവരിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്ന സമയങ്ങളിൽ പത്രത്തിൽ പേര് വരും അല്ലേ. ഈ കൊടിമുടികൾ കീഴടക്കുന്നവർക്കായാലും ഈ പറയുന്ന നീന്തി കടക്കുന്നവരെ ചാനലൊക്കെ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്നു കേട്ടിട്ടില്ലേ, അതൊക്കെ നീന്തി കടക്കുന്നവരായാലും എവറസ്റ്റ് കൊടിമുടി കീഴടക്കിയാലും എല്ലാം എന്ത് ചെയ്യും ആ വാർത്തകൾ ഇടം നേടും അല്ലേ. നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെ എന്ത് ചെയ്യും ഫോട്ടോ വരും. അപ്പോൾ ഓർത്തിരുന്നാൽ മതി അർപ്പിത പത്ര അല്ലേ. ആരാണത്? അർപ്പിത പത്ര എന്ന് ഓർത്തിരിക്കുക അല്ലേ. എങ്ങനെയാണ് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, ഈ പറയുന്ന രീതിയിൽ വലിയ അക്കംപ്ലിഷ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ചിത്രം എന്തിനകത്ത് വരും? മല കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം പത്രത്തിൽ വരും. പിടികിട്ടിയോ? പത്രത്തിൽ വരും. അപ്പോൾ പത്രം അർപ്പിത പത്ര. രണ്ടാമത്തത് ആരവല്ലി മലനിരകളെ ശാസ്ത്രീയമായി നിർവചിക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷയായിട്ട് നിയമിതയായത് ആരാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് ആരവല്ലി മലനിരകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന കാര്യമല്ല നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മളൊരു കാശ്മീർ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പഞ്ചാബ്, ഓക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹരിയാന, ഇവിടെ ഇങ്ങനെ രാജസ്ഥാൻ, ഗുജറാത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബാരിയർ ആയിട്ടല്ലേ ഒരു മലനിരകൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന രീതിയിൽ നോർത്ത് വെസ്റ്റിന്റെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാം. അതിനെയാണ് ആരവല്ലി പർവ്വത നിരകൾ എന്ന് വിളിക്കുന്നത്. ആരവല്ലി പർവ്വത നിരകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വത നിരകളാണ് അല്ലേ. ഈ പറയുന്ന രീതിയിൽ ഡെസേർട്ടിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന രീതിയിൽ താർ ഡെസേർട്ട് ഇവിടെയാണ്. ആ താർ ഡെസേർട്ടിൽ ഈ പറയുന്ന ഇന്ത്യൻ മെയിൻലാൻഡിലോട്ട് കടക്കാതെ എന്ത് ചെയ്യുന്നത് ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മതിൽ പോലെ എന്ത് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആരവല്ലി. അപ്പോൾ ഈ പറയുന്ന ഹൈ മൈനിങ് അവിടെ എന്ത് ചെയ്ത് നടക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പണ്ട് അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ പറയുന്ന 100 മീറ്റർ താഴെയുള്ളതെന്നും മലയാട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എന്ത് ചെയ്യാം, നമുക്കത് പിടിച്ചു പൊളിച്ച് കളയാന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു നിയമത്തിന് പുറത്ത് ഈ പറഞ്ഞ ഹൈ മൈനിങ് എന്ത് ചെയ്തു, ഈ പറയുന്ന ഇല്ലീഗൽ ഹൈ മൈനിങ് എന്ന് പറയുന്നേക്കാൾ ഈ പറഞ്ഞ ഇല്ലീഗൽ മൈനിങ് എന്ന് വേണം എന്ത് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ലീഗൽ മൈനിങ് തടയുന്നതിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് സുപ്രീം കോടതി ഈ പറഞ്ഞ ജനുവരി മാസങ്ങളിലായിട്ട് ഒരു പുതിയ വിധിയൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, അരവലി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന എന്താണ് കൺസർവേഷൻ എല്ലാം നടത്തിക്കൊണ്ട് ചെറിയ രീതിയിലൊക്കെ മൈനിങ് നടത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, പരിസ്ഥിതി ആഘാത പഠനമൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉന്നതാധികാര സമിതി എന്ത് ചെയ്യുന്നത് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു ആരവലി ഒരു പർവ്വതനിരയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പർവ്വതനിരയുടെ പേര് തന്നെയുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണത്, കാഞ്ചൻ ദേവി എന്നുള്ളതാണ്. പറഞ്ഞിട്ടാണ് കാഞ്ചൻജംഗയെ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ട് ഉണ്ടായിരുന്ന കാഞ്ചൻജംഗയെ എന്ത് ചെയ്യുക ഓർക്കുക. അപ്പോൾ ഓർത്തിരിക്കുക കാഞ്ചൻ ദേവി. ഓക്കെ, ഒരു മലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മലയുടെ പേരുണ്ടായിരുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു നിയമിക്കുന്നു. അപ്പോൾ കാഞ്ചൻഗംഗയുടെ പേര് വെച്ച് ഓർത്തിരിക്കുക കാഞ്ചൻ ദേവി. പിടികിട്ടിയോ? അടുത്തത്, ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് ചന്ദ്രനിലെ മണ്ണിനോട് സാമ്യമായ കൃത്രിമ മണ്ണിൽ വിജയകരമായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്ന വെള്ളക്കടലയുടെ പ്രത്യേക ഇനം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ വെള്ളക്കടലയുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ സ്പേസിൽ വളർത്തിയെടുക്കുന്ന വെള്ളക്കടലയുടെ പേര് എന്താണത്? മൈൽസ് എന്നുള്ളതാണ് കേട്ടോ. എന്താണെന്ന്? മൈൽസ് എന്നുള്ളതാണ് ഈ പറയുന്നത് എന്തിൻ്റെ പേര്, വെള്ളക്കടലയുടെ പേരെന്ന് പറയുന്നത് മൈൽസ്. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനും മികച്ച ഒറിജിനൽ ഗാനത്തിനും അവാർഡ് നേടിയ സിനിമ ഏതാണ് എന്നുള്ളതാണ്. മികച്ച ആനിമേഷൻ ചിത്രം ഏതായിരിക്കും വരുന്നത്? ആനിമേഷൻ ചിത്രം നമ്മൾ ഈ പറയുന്ന കൊറിയൻ പടം എന്ന് പറഞ്ഞിട്ടില്ല, പോർത്തിരിക്കുക കെ പോപ്പ് ഡീമോൺ ഹണ്ടേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. കെ പോപ്പ് ഡീമോൺ ഹണ്ടേഴ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ പേര്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന മലയാളികളും ഉണ്ടായിരുന്നു. മലയാളികൾ സോണിക്ക് വേണ്ടിയിട്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ എന്താണ് ചെയ്യുന്നത്, നെറ്റ്ഫ്ലിക്സിലാണ് ഇത് എന്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് സോണിക്കാണ് എന്ത് ചെയ്യുന്നത് കരാറുണ്ടായിരുന്നത്. അപ്പോൾ സോണിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 3 പ്രധാനപ്പെട്ട മലയാളികൾ ഉണ്ടായിരുന്നു. ഒന്ന് കുര്യൻ ഉണ്ണുണ്ണി സാമുവൽ, അടുത്തത് ബിങ്കു മാത്യൂസ്, ജോസഫ് ടോം നേരിയാം പറമ്പിൽ. ഓക്കെ, ഇപ്പോൾ കുര്യൻ സിംഗു ജോസഫ് ബിങ്കു ജോസഫ് എന്നിവരാണ് എന്ത് ചെയ്യുന്നത്, ജോസഫ് ടോം എന്നിവരാണ് പ്രധാനമായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മലയാളികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇപ്പം മികച്ച ആനിമേഷൻ ചിത്രവും മികച്ച ഒറിജിനൽ ഗാനത്തിൽ അവാർഡ് നേടിയത് കെ പോപ്പ് ഡീമോൺ ഹണ്ടേഴ്സ് എന്നുള്ളതാണ്. അടുത്തത്, വിക്രം സാരാഭായ് ഫൗണ്ടേഷൻ നൽകുന്ന വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്നുള്ളതാണ്. വിക്രം സാരാഭായ് സ്പേസ് മിഷന്റെ ഒക്കെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ തുങ്ബ ഇക്വിറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, പിൽക്കാലത്ത് എന്താക്കി മാറ്റി അതിനെ വിക്രം സാരാഭായ് സ്പേസ് സ്റ്റേഷൻ ഈ പറഞ്ഞ എന്താണ് ഇന്ന് പേര് മാറ്റുണ്ടായിരുന്നു അല്ലേ, സ്പേസ് സെൻറ്റർ അല്ലേ. സ്പേസ് സെൻറ്റർ എന്ത് ചെയ്തിരുന്നു, പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ട് എന്ത് നൽകാറുണ്ട്, ഈ പറയുന്ന വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ലഭിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വ്യക്തി ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ആരായിരുന്നു? രാകേഷ് ശർമ്മയാണ് കേട്ടോ. പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ കുറേ പേരൊക്കെ മനസ്സിലാക്കുന്നത് ഈ അവാർഡിലൂടെയൊക്കെ ആയിരുന്നു, നമ്മൾ മലയാളികളൊക്കെ. എല്ലാവരും ഇല്ല, ചിലരെങ്കിലും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്ന രാകേഷ് ശർമ്മയ്ക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ആരെന്താണ്? ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ ആദ്യമായിട്ട് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് നേടുന്ന വനിതയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഛായാഗ്രഹണത്തിന് ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് എന്ത് ചെയ്തു അവാർഡ് കിട്ടി. അതാരാണ് ആ വനിത എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നേട്ടവും പൊതുവെ ഈ പറഞ്ഞ വെറുതെ കിട്ടുന്നതല്ല, അതെല്ലാം ഓടിയെടുക്കുന്നതാണ് അല്ലേ. എന്താണ് ഒരു നേട്ടം വെറുതെ കിട്ടുന്നതല്ല, അതെല്ലാം എന്താണ് നമ്മൾ ഓടിയെടുക്കുന്നതാണ്. ഓർത്തിരിക്കാം, ഓട്ടം ഡ്യൂറൻറ്റ് കാപ്പോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഛായാഗ്രഹണത്തിന് കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ഛായാഗ്രഹണത്തിൽ അവാർഡ് നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഓട്ടം ഡ്യൂറാൻറ്റ് കാപ്പോ. ഇനി അപ്പം നിങ്ങൾ സംശയം തോന്നും, ഈ ഓട്ടം ഡ്യൂറാൻറ്റ് കാപ്പോയ്ക്ക് ഏത് ചിത്രത്തിനാണ് ഈ പറയുന്ന മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് കിട്ടിയതെന്നുള്ള സംശയം ഉണ്ടാകാം അല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് സിന്നേഴ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ചിത്രത്തിന്റെ പേരെന്ന് പറയുന്നത്. എന്താണത്? സിന്നേഴ്സ്. അവിടെ മൈക്കിൾ ബി ജോർഡാന് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മികച്ച ചിത്രമാണെന്ന് പറയുന്നത് സിന്നേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. എന്താണത്? സിന്നേഴ്സ്. ഓർത്തിരിക്കുക, മൈക്കിൾ ബി ജോർഡാൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഓട്ടം ഡ്യൂറൻറ്റ് അർക്കാപ്പോയ്ക്ക് എന്ത് കിട്ടി? മികച്ച ഛായാഗ്രഹണത്തിനുള്ള ആദ്യമായിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന വനിതയ്ക്ക് ആദ്യമായിട്ട് ഛായാഗ്രഹണത്തിൽ ഓസ്കാർ അവാർഡ് എന്ത് ചെയ്തു കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത്, കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ മനസ്സിലാക്കിയിട്ട്
ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് സമഗ്ര പദ്ധതി ഏതാണെന്നുള്ളതാണ്. കേരള ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സമഗ്ര പദ്ധതി ഏതാണെന്നുള്ളതാണ്. അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഈ പറയുന്ന നാളെയുടെ സ്വപ്നമാണെന്ന് പറയാറുണ്ട് അല്ലേ. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയുടെ രാജ്യത്തിന്റെ നാളെയുടെ ഭാവിയാണെന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പം നാളെ അല്ലെങ്കിൽ പറയും നമ്മൾ എന്താണ് ഇപ്പം രാജ്യത്തിന്റെ ഭാവി ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? പൊതുവെ ഈ പറഞ്ഞ കുട്ടികളുടെ കയ്യിലാണ്. അപ്പം അവരെന്താണ്? പ്രതീക്ഷയാണ്, ഹോപ്പാണ് അല്ലേ. അവരെന്താണ്? ഹോപ്പാണ്, പ്രതീക്ഷയാണ്. അപ്പം ഈ പറഞ്ഞ വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ സമഗ്ര പദ്ധതി ചോദിച്ചാൽ ഏതാണ്? അത് പ്രതീക്ഷയാണ്. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയാമല്ലോ, വീണ ജോർജ് ആണ് കേട്ടോ. വീണ ജോർജ് ആണ്. വീണ ജോർജ് ആണെന്ന് വീണ ജോർജ് ആണെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അല്ലേ. പറഞ്ഞ ശിശുക്ഷേമവും പ്രധാനമായിട്ടും എന്താണ് നോക്കുന്നതും ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ്. അപ്പം പദ്ധതിയുടെ പേര് മറക്കണ്ട. എപ്പോഴും ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് എന്താണ് പ്രീഷ്യസ് റിസോഴ്സസ് ഇൻ ദിസ് വേൾഡ് എബോവ് ദി എർത്ത് ആൻഡ് അണ്ടർ ദ എർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോട്ടൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കുക, പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ്. അടുത്തത് മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന വിധത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കുന്ന സാഥി ആപ്പ് ഏത് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനവുമായി സഹകരിച്ചാണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഏത് വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് സഹകരിച്ചായിരിക്കും സാഥി ആപ്പ് എന്ത് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കുക എന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതായത് സാഥി ആപ്പ് എന്തുകൊണ്ടാണ് കാണുന്നത്? കണ്ണുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കണ്ണുകൊണ്ട് കാണുന്നത് കാൺപൂര്, IIT കാൺപൂര്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ ഏതാണത്? IIT കാൺപൂരാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇപ്പം സാഥി ആപ്പ്, സാഥി അല്ലേ, എന്താണത്? സെൽഫ് അസസ്മെന്റ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാംസ് എന്നുള്ളതാണ്. ഇപ്പോൾ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്, ഒരു മിനിറ്റ്, സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം എന്നുള്ളതാണ് ഈ പറയുന്ന സാഥി എന്ന് പറയുന്ന ആപ്പ്. ഓക്കെ, എന്താണ് സാഥി എന്ന് പറയുന്ന ആപ്പ്? പുറത്തിറക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ അല്ലേ. അടുത്തത് കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണെന്നുള്ളതാണ്. വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണെന്നുള്ളതാണ്. കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? ഞാൻ പറഞ്ഞു, വഖഫ് ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് ആരെയാണ്? ഈ പറയുന്ന അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ദുരന്തർ മൂവിയിലെ ഈ പറയുന്ന നായകന്റെ പേര് ഹംസ എന്നുള്ള പേര് ചോർത്തിരിക്കുക. ഓക്കെ, ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഓർത്തിരിക്കുക എന്താണ്? കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് അടുത്ത നിയമിതനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക ആരാണ്? ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടാകുന്ന ദുരന്തർ സിനിമയ്ക്കകത്ത് നായകന്റെ പേരാണ് ഹംസ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെച്ച് എന്ത് ഓർത്തിരിക്കുക? ആരാണത്? അദ്ദേഹത്തിന്റെ പേര് KS ഹംസ എന്നുള്ളതാണ് അല്ലെ. ആരാണത്? KS ഹംസ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് പഠിച്ചു വെക്കുക, വഖഫ് ബില്ലൊക്കെ നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ മായാമനുഷ്യർ എന്ന നോവലിന്റെ രചയിതാവായ മലയാളി എഴുത്തുകാരൻ ആരാണെന്നുള്ളതാണ്. ഈ പറഞ്ഞ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കുറച്ച് നാളായിട്ട് എന്ത് ചെയ്തു? പിടിച്ചു വെക്കുകയായിരുന്നു അല്ലെ. ഈ പറയുന്ന അടുത്തിടെ എന്ത് ചെയ്തു? അത് പുറത്ത് വിട്ടു. ശരിയല്ലേ. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ മലയാളിയായിട്ടുണ്ടാകുന്ന എഴുത്തുകാരൻ എന്ത് കിട്ടി? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പൊ ഏതാണ് ആ ഒരു പുസ്തകത്തിന്റെ പേര്? മായാമനുഷ്യർ എന്നുള്ളതാണ്. പുസ്തകത്തിന്റെ പേര് എന്താണ്? മായാമനുഷ്യർ എന്നുള്ളതാണ്. എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N പ്രഭാകരനാണ്. എന്താണ്? പ്രഭാകര. ഓർത്തിരിക്കുക, N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ആ പുസ്തകത്തിന്റെ പേര് എന്ത് ലഭിച്ചു? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അടുത്ത് നോക്കാം. ഇന്ത്യൻ ഇൻഡോർ ലോങ് ജമ്പ് ഇനത്തിലെ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്ന താരം ആരാണ് എന്നുള്ളതാണ്. ഓർത്തിരിക്കുക, ലോങ് ജമ്പ് ഇപ്പൊ റെക്കോർഡുകൾ തകർക്കുക. കേരളത്തിൽ വന്ന് റെക്കോർഡുകൾ തറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പൊതുവെ പറയുന്ന രീതിയിൽ സിനിമകളിലൊക്കെ ഈ പറയുന്ന റെക്കോർഡുകൾ തറക്കുന്നത് പൊതുവെ ഈ പറയുന്ന നമ്മുടെ ലോകേഷിന്റെ പടങ്ങൾ വരുമ്പോഴാണ്. ഓക്കെ, അല്ലാതെ പടങ്ങൾ വരുന്നുണ്ട്. ഒക്കെ ഒരുപാട് പറയുന്ന രീതിയിൽ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ലോകേഷിന്റെ പടങ്ങളൊക്കെ ആയിരുന്നല്ലോ അല്ലെ. അപ്പോൾ ഓർത്തിരിക്കുക, ലോകേഷ് കനകരാജ് എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് ഓർത്തിരിക്കുക? ലോകേഷ് സത്യനാഥനാണ് അല്ലെ. ആരാണത്? ലോകേഷ് സത്യനാഥനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പ് ഇനത്തിലെ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്ന താരം ആരാന്ന് ചോദിച്ചാൽ ലോകേഷ് സത്യനാഥനാണ്. കനകരാജൻ എഴുതി വെക്കരുത്, ലോകേഷ് സത്യനാഥനാണ്. സെറ്റല്ലേ. അടുത്തത് എന്താണ്? കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡയറക്ടറായിട്ട് നിയമിതനാകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ
എന്താണ് ഡയറക്ടറായിട്ട് നിയമിതയാകുന്ന ആദ്യ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണത്? ഡോക്ടർ കെ സിന്ധുവാണ് അല്ലേ? ആരാണത്? ഡോക്ടർ കെ സിന്ധുവാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ചിഞ്ചുറാണിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്നത് അല്ലെ? ആരാണത്? കെ ചിഞ്ചുറാണിയാണ് അല്ലെ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം എന്താണത്. ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലേ? അപ്പം കുറച്ച് കീവേഡ്സ് അതിനകത്ത് തന്നെ കിട്ടും. ഓക്കെ, ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ, ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ 2026 പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി. കേരള സർക്കാർ ബ്രോഡ്ബാൻഡ് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കെ ഫോൺ കിട്ടും അല്ലേ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് കിട്ടും അല്ലെ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് കെ ഫോൺ. PPL ആയിട്ട് ആളുകൾക്ക് പൊതുവെ പറഞ്ഞ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എന്ത് ചെയ്യും ലഭ്യമാകുന്ന സംവിധാനമായിരുന്നു കെ ഫോൺ. ഓർത്തിരിക്കുമല്ലോ, കെ ഫോൺ കേട്ടിട്ടില്ലേ? K5 എന്നൊക്കെ കേട്ടിട്ടില്ലേ? കെ ഫോൺ ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? അത് കെ ഫോൺ ആണ്. എന്താണത്? കെ ഫോൺ. ഓക്കെ അല്ലേ? കെ ഫോൺ. അടുത്തത് 2026 ഓസ്കാർ പുരസ്കാരത്തിന് മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ എന്ന ചിത്രത്തിന് ഇന്ത്യൻ വംശജ സംവിധായകൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? അലക്സാണ്ടർ സിംഗ് ആണ് അല്ലേ? ആരാണത്? അലക്സാണ്ടർ സിംഗ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിലെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ കണ്ടെത്തിയ വെലാക്കാറിലെ ശുദ്ധജല ഞണ്ടുകൾ ഒരേ ശരീരത്തിൽ ആൺപെൺ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന അപൂർവ പ്രതിഭാസത്തിന് എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആണും പെണ്ണും സവിശേഷതകൾ ഒരു ഞണ്ടിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അത് ഫ്രഷ് വാട്ടർ ഞണ്ടാണ്. അതെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്രഷ് വാട്ടർ ഞണ്ടാണ്, ഒരേ സമയം രണ്ട് സ്വഭാവം കാണിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, രണ്ട് സ്വഭാവം. ഈ പറയുന്ന ചെടികളെ കുറിച്ച് പഠിക്കുക എപ്പോഴും പഠിക്കുന്നതാണ് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും. ഈ പറയുന്ന എന്താണ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടാണ് ഫ്ലവേഴ്സിലെ ഗൈനീഷ്യം എന്ന് പറയുന്നത്. മെയിൽ സെക്സ് ഓർഗൻ ഈ പറയുന്ന ഫ്ലവേഴ്സിലാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് വെച്ച് ഓർത്തിരിക്കുക. ഗൈനാൻഡ്രോമോഫി പിടികിട്ടിയോ? ഗൈനീഷ്യത്തിൻ്റെ ഗൈ, ആൻഡ്രീസിന്റെ ആൻഡ്രോ, പുറത്തേക്ക് ഗൈനാൻഡ്രോമോർഫി. എന്താണ് ഗൈനാൻഡ്രോമോർഫി? രണ്ടും കൂടെ ചേരുന്നത് ഗൈനാൻഡ്രോമോർഫി. ഇവിടെ കിട്ടിയോ? അടുത്തത് ചരിത്ര പ്രധാനമായിട്ടുണ്ടായിരുന്ന പ്രാമ്പൻ ക്ഷേത്രം സമുച്ചയം പുനരുദ്ധീകരിക്കുന്നതിന് ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായിട്ടാണ് സഹകരിക്കാൻ തീരുമാനിച്ചതെന്നുള്ളതാണ്. ഓക്കെ, പ്രധാനപ്പെട്ട അമ്പലങ്ങൾ കേരളം അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യ വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അമ്പലങ്ങളൊക്കെ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കംബോഡിയ, ലാവോസ് അല്ലേ? ഈ പറയുന്ന ജാവ, സുമാന്ത്ര ഇപ്പോൾ സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഹിന്ദുവിസത്തിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് ഇങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പം ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു അമ്പലം, ഓക്കെ, ഒരു വലിയ അമ്പലം ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ പേരെന്നാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രാംപ്നർ ക്ഷേത്ര സമുച്ചയം ത്രിമൂർത്തി ക്ഷേത്രമാണ്. ഓക്കെ, അത് പുനരുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമായി ചോദിച്ചാൽ ഇന്ത്യയായിട്ട് വളരെയധികം പേരിൻ്റെ സാമ്യമുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇവിടെ കിട്ടിയോ? അടുത്തത് അസമിലെ മാനസ് ദേശീയ ഉദ്യാനത്തിൽ കണ്ടെത്തിയ പുതിയ സസ്യത്തിന് പ്രശസ്ത ആസാമീസ് ഗായകന്റെ പേര് നൽകിയിരുന്നു. ആ ഗായകൻ ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസാമിലെ പറയുന്ന മാനസ് ദേശീയ ഉദ്യാനത്തിൽ ഒരു പൂവിനെ കണ്ടെത്തി. ആ പൂവിന്റെ പേര് അവിടുത്തെ പ്രശസ്തനായിട്ടുണ്ടായിരുന്ന ഒരു ഗായകന്റെ പേര്, അടുത്തിടെ സിംഗപ്പൂരിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗായകന്റെ പേര് എന്ത് ചെയ്തു നൽകി. ആ ഗായകന്റെ പേര് സുമിൻ ഗാർഗി എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാം, സുമിൻ ഗാർഗി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഗായകന്റെ പേര് എന്ന് പറയുന്നത്. ഇനി ആ ഒരു പൂവിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്തിരിക്കുക, ഒസ്ബെക്കിയ സുബിൻ ഗാർഗിയാന എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ പേര്. ഒസ്ബെക്കിയ സുബിൻ ഗാർഗിയാന എന്നുള്ളതാണ് ഒരു പുഷ്പത്തിൻ്റെ പേര്. അത് 2026 കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നേടി ശ്രദ്ധ നേടിയ പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകയുമായ വ്യക്തി. കിസ് അവാർഡ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ബീഹാറിൽ വെച്ച് നൽകുന്ന അവാർഡാണ്. കിട്ടിയത് ആർക്കാണ്? കാശുള്ളവർക്കാണ് കിട്ടുന്ന. ഓർത്തിരിക്കുക, നിതാ അംബാനിയാണ്. ഓക്കെ, ഇതാണ് അങ്ങനെ ചോർത്തിരിക്കാനാണ് നിതാ അംബാനിക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് കടൽവെള്ളത്തിൽ നിന്നും കുടിവെള്ളം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. വെള്ളത്തിനെ എന്താക്കി മാറ്റും? കറണ്ടാക്കി മാറ്റും. ഉപ്പ് വെള്ളത്തിനെ കറണ്ടാക്കി മാറ്റും. കുടിവെള്ളത്തിനെ കൂടെ എന്ത് ചെയ്യും? അത് ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുടിവെള്ള ക്ഷാമവും രൂക്ഷമുള്ള സ്ഥലമാണ്, കടൽ തീരത്തുകൊണ്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? അപ്പം ഒരു ഐലൻഡ് ആണെന്ന് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ചെറിയൊരു ഐലൻഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതാണത്? ലക്ഷദ്വീപാണ് അല്ലേ? ഇതാണത് ലക്ഷദ്വീപാണ്. അടുത്തത്
ഏകദേശം 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള സിവോക്ക് റാങ്പോ റെയിൽവേ പദ്ധതി ഏത് രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സിവോക്ക് വെസ്റ്റ് ബംഗാളിലാണ്, റാങ്പോ എന്ന് പറയുന്നത് സിക്കിമിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, വെസ്റ്റ് ബംഗാൾ, സിക്കിം അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ, സിക്കിം എന്നിവയെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പശ്ചിമ ബംഗാൾ, സിക്കിം. അടുത്തത്, കൃഷിയിടങ്ങളിൽ കടന്നു വരുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ കൃത്രിമ ബുദ്ധി സഹായത്തോടെ വികസിപ്പിച്ച വനംവകുപ്പിന്റെ പുതിയ സംവിധാനം ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ. ഏതാണ് വരുന്നത്, പറയാൻ പറ്റുമോ? എന്താണ് ഈ പറഞ്ഞ ഫാം ഗാർഡ് എന്നുള്ളതാണ്. എന്താണെന്ന്, ഫാം ഗാർഡ് എന്നുള്ളതാണ്. ഫാം ഗാർഡ്. അടുത്തത്, ഫാമിനെ സംരക്ഷിക്കുക, ഫാം ഗാർഡ്. സംഗമ ഗ്രാമ മാധവന്റെ സ്മരണയ്ക്കായിട്ട് മാധവ നോളജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏത് സ്ഥലത്താണെന്നുള്ളതാണ് അല്ലേ. ഈ പറഞ്ഞ സംഗ്രമ മാധവ വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. എങ്ങനെയാണ് പ്രശസ്തനായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ടൈലർ സീരീസ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടായിരിക്കും. മാധവ് ടൈലർ സീരീസ്. പൈയുടെ വാല്യൂ നമ്പർ 3.14, 13 ഡെസിമൽ പ്ലേസസ് വരെ എന്ത് ചെയ്യുന്നത് ആ പഴയ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന വളരെ ന്യൂട്ടന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന മാധവൻ അല്ലെങ്കിൽ മാധവ സംഗ്രമ എന്നൊക്കെ പറയുന്ന വ്യക്തി, സമഗ്ര ഗ്രാമ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഈ പറയുന്ന പൊതുവെ ഈ പറയുന്ന ട്രിഗണോമെട്രി പ്രധാനപ്പെട്ട സീരീസുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഇൻഫിനിറ്റ് സീരീസുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന സംഗ്രമ ഗ്രാമ മാധവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം ടൈലർ സീരീസിന്റെ ഒക്കെ പേര് ഈ പറയുന്ന മാധവ് ടൈലർ സീരീസ് എന്നും അതേപോലെ തന്നെ ഈ പറയുന്ന ലെയ്ബ്നിസ് സീരീസ്, മാധവ ലെയ്ബ്നിസ് സീരീസ് എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്തിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നു. മാധവ് ലെയ്ബ്നിസ് സീരീസ് എന്നൊക്കെ പേരിലേക്ക് എന്ത് ചെയ്തിരുന്നു മാറ്റിയിട്ട് ഉണ്ടായിരുന്നു. പൈയുടെ വാല്യൂ 3.14 കഴിഞ്ഞിട്ടുള്ള 13 ഡെസിമൽ പ്ലേസസ് എന്ത് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിരുന്ന വ്യക്തിയും കൂടിയാണ് പുള്ളി. ഇവിടെ കിട്ടിയോ? ഓക്കെ, അപ്പം ഈ പറഞ്ഞ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോളജി ആൻഡ് മാത്തമാറ്റിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ വലിയ യൂണിവേഴ്സിറ്റി അല്ല, ചെറിയ രീതിയിൽ കണക്കും ജ്യോതിശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു പുള്ളി. ഓക്കെ, അപ്പോൾ അത് എവിടെയായിരുന്നു വന്നേന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു? അത് ഇരിങ്ങാലക്കുടയിലാണ് കേട്ടോ. എവിടെയാണത്? ഇരിങ്ങാലക്കുട. ഓക്കെ, വിദ്യാർത്ഥികൾക്ക് കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടു കൂടി തന്നെ പഠനം മെച്ചപ്പെടുത്താൻ പഠായി വിത്ത് എ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. പഠായി വിത്ത് എ ഐ അല്ലേ. ഇപ്പോൾ പഠായി എന്ന് പറയുമ്പോൾ ഓർക്കുന്ന മറ്റൊരു പേരാണ് പഹാഡി എന്ന് പറയുന്നത്. പഹാഡി എന്ന് പറയുന്ന ഒരു ഹിന്ദി വേർഡുണ്ട്, പഠായി എന്ന് പറയുന്നത്. പഹാഡി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന മലകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. പഹാഡി എന്ന് വെച്ചാൽ മലകളിൽ ജീവിക്കുന്ന ആളാണ്. പിന്നെ അത് ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഈ പറയുന്ന മലകളിൽ ജീവിക്കുന്ന ആരാണുള്ളത്? ഹിമാചൽ പ്രദേശുകാരാണ് അല്ലെ. പോലത്തിലേക്ക് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഏതാണത്? ഹിമാചൽ പ്രദേശ്. അടുത്ത് നോക്കുക, ജലവിഭവ സംരക്ഷണ രംഗത്തെ ഏറ്റവും പ്രമുഖ അന്താരാഷ്ട്ര പുരസ്കാരമായിട്ടുണ്ടായ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2026 നേടിയത് ആരാണെന്നുള്ളതാണ്. ഓക്കെ, ആരാന്ന് ചോദിച്ചാൽ കവേ മദാനിയാണ്. എന്ത് ചെയ്യുന്നത്? കവേ മദാനിക്കാണ് വാട്ടർ പ്രൈസ്, സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? കവേ മദാനി. ഓക്കെ, ഈ സോഹൻ മൻദാനി അറിയാമല്ലോ, ഈ പറഞ്ഞ ന്യൂയോർക്കിന്റെ മേയറാണ്. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് കവേ മദാനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് കിട്ടി? സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നൽകി. പറയുന്ന സ്വീഡിഷ് റോയൽ അക്കാഡമി ഓഫ് സയൻസസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഈ അവാർഡ് നൽകുന്നത് എന്നുള്ളത്, അതിനകത്ത് പങ്കാളിയാകുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നുള്ളത് രീതിയിൽ. ഓക്കെ, നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നൊക്കെ പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്ന ഒന്നും കൂടിയാണ് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്. ഈ നോബൽ പ്രൈസ് പ്രധാനമായിട്ട് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അംഗസമിതിയും കൂടിയാണ് ഈ പറയുന്ന റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഈ പറയുന്നത് എന്ത് നൽകുന്നത്? സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഈ നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ റിപ്പോർട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് 118 ആയിരുന്നു. ഇപ്പം എത്രയാക്കി മാറിയത്? ഇപ്പം അത് 116 കൂടി എന്നുള്ളതാണ്. 118 ആയിരുന്നു, സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, 116 എന്ത് ചെയ്യുന്നു ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോഴും ആര് തന്നെയാണ്? ഫിൻലൻഡ് തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഓക്കെ, തൊട്ട് 118 ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം, ഇപ്പം എത്രയായി? 116 എന്ത് ചെയ്തു ഉയർന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്തത് വേൾഡ് ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നുള്ളതാണ്. ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓർത്തിരിക്കുക. ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഏതായിരിക്കും വരുന്നത്? അത് ഭുവനേശ്വറാണ് വരുന്നത്. ഇവിടെയാണത്, ഭുവനേശ്വർ. ഓക്കെ, ഭുവനേശ്വറിലാണ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനിടയിൽ നമ്മൾ ഒരാഴ്ച പഠിച്ചുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തു? ഒറ്റ അടിക്ക് പഠിച്ചവിടെ തീർത്തു. അത്രയേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് പഠിച്ച് എന്ത് ചെയ്യാൻ പോകാൻ വേണ്ടി പറ്റും. അതിനാണ് ഈ MCQ രീതിയിൽ എന്ത് ചെയ്യുന്നത് തന്നിട്ടുണ്ടായിരുന്നത്.
ഇഷ്ടപ്പെടുന്ന കരുതുകയാണ്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഡിഗ്രി പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്ക് നമ്മളൊരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഈ ക്ലാസ് നമ്മുടെ ഈ പറഞ്ഞ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് താഴെ കണ്ട് നമ്മൾക്ക് വിളിച്ച് എന്ത് ചെയ്യുക, ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെല്ലാ ഡൗട്ടും പരിഹരിച്ചിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ, PYQs, മോക്ക് ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യാം, റാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.